ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ച് സംസാരിക്കാനാണ് കേട്ടോ. എല്ലാ വർഷത്തെയും ബിഗ് ബോസിന്റെ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ആകാംക്ഷയുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനും അവർക്ക് പുറത്തെന്താണ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസ്, പ്രേക്ഷകരുടെ റെസ്പോൺസ് അറിയുന്നത് ലാലേട്ടനിലൂടെയാണല്ലോ. അപ്പം അത് അറിയാനുള്ള ഒരു ആകാംക്ഷ അവർക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ വിമർശിച്ച കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഒക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടോ, അവരോട് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുന്നുണ്ടോ, വാൺ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു വീക്കെൻഡ് എപ്പിസോഡായിരുന്നു കേട്ടോ. ലാലേട്ടൻ്റെ ഔട്ട്ഫിറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ആഴ്ചകളിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അതിനുശേഷം ലാലേട്ടൻ കണ്ടസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു പണിപ്പുര ടാസ്കിൽ പോകാൻ ആഗ്രഹമില്ലാത്ത ആരൊക്കെയാണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതില് നവീൻ ഒരു പണി കിട്ടി കേട്ടോ. ലാലേട്ടൻ ചോദിക്കുന്നു, ഈ പണിപ്പുരയിലേക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവർക്കൊരു സമ്മാനമുണ്ട് എന്ന് പറയുമ്പോൾ നവീൻ അതിൽ വീഴുന്നു. നവീൻ പറയുന്നു, സമ്മാനം ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ ഇഷ്ടമില്ല ലാലേട്ട എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നു, എങ്കിൽ പിന്നെ ഈ സീസണിൽ നിനക്ക് പണിപ്പുരയിൽ പോകാനായിട്ടുള്ള അധികാരം അല്ലെങ്കിൽ പ്രിവിലേജ് ഉണ്ടാവില്ല. ഒറ്റ വീക്കിലും നവീൻ പണിപ്പുരയിലേക്ക് പോകാനായിട്ട് പറ്റത്തില്ല, ബാക്കിയുള്ളവർ പോയി എടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങൾ അനുഭവിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത് കേട്ടോ. നവീനെ സംബന്ധിച്ചിട്ടൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളല്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് ചോദ്യം ചെയ്യലാണ് കേട്ടോ, അല്ലെങ്കിൽ വിമർശിക്കലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ആദ്യം തന്നെ എടുത്തത് നമ്മുടെ ഒനീലിന്റെയും ഹനാ ഫാത്തിമയുടെയും തമ്മിലുള്ള തർക്കമായിരുന്നു കേട്ടോ. ഒനീലിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അടുക്കള എന്ന് പറയുന്നത് അടുപ്പം ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലമാണ്, സമാധാനം ഉണ്ടാക്കേണ്ട ഒരു സ്ഥലമാണ്, അവിടെ നിങ്ങൾ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുകയാണല്ലോ ചെയ്യുന്നത്. ആ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ പക്വതയില്ലാത്ത കുട്ടിയാണ്, പാൽക്കുപ്പിയാണ്, അല്ലെങ്കിൽ മറ്റേ സെറിലാക്കാണെന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചിട്ടൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് ഒനീലിന് മറുപടി ഒന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒനീലൊക്കെ വിചാരിച്ചിരിക്കുന്ന ഞാനൊക്കെ ഭയങ്കര സ്റ്റാറാണ് പുറത്ത്, അല്ലെങ്കിൽ ബിഗ് ബോസിനകത്ത് നല്ലൊരു എന്താ പറയുക പവർഫുൾ കണ്ടസ്റ്റന്റ് ആണ് എന്നൊക്കെയാണ് ഒനീലൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ ഇന്ന് ലാലേട്ടനിൽ നിന്നും കിട്ടിയ പ്രതികരണത്തിൽ ഒണിയിലൊന്നും അങ്ങനെ പുറത്ത് കാണുന്നില്ല, എന്താ പറ്റിയതോ, അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണല്ലോ, കാണുന്നില്ലല്ലോ എന്നൊക്കെയാണ് ലാലേട്ടൻ ചോദിച്ചത്. ശരിക്കും ഒണിയിലേക്ക് അതൊരു ഷോക്കായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാല് ഒണിയിലേക്ക് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഫയർ നിൽക്കുവാണ്. എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഒണിയിലൊക്കെ എന്താ ചെയ്യുന്നത്, അടുക്കളയിൽ ആകെ ചെയ്യുന്ന ഒരു കാര്യം ഹനാ ഫാത്തിമ വരുമ്പോൾ മാത്രം ഒന്ന് ഇറിറ്റേറ്റ് ആവുന്നുണ്ട്, വായ തോന്നിയത് ആ കൊച്ചിന്റെ അപ്പനെയും അമ്മേനെയും വരെ വിളിക്കുന്നുണ്ട്. അതൊക്കെ അത് മാത്രമാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ മറ്റേ മുൻഷി രഞ്ജിത്തുമായിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻ, ബാക്കിയുള്ളവരായിട്ടുള്ള ചെറിയ ഉപദേശങ്ങൾ, അക്ബറിനെയും ശരത്തിനെയും ചെറുതായിട്ടൊന്ന് വിമർശിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒനീലിനെ സംബന്ധിച്ചിട്ട് വലിയ കണ്ടന്റ് ഒന്നും പോയിട്ടില്ല. ആകെ ഉണ്ടായത് ഹനാ ഫാത്തിമയായിട്ടുള്ളൊരു വഴക്കാണ്. അതിനകത്ത് വളരെ മോശമായിട്ടാണ് ആ പെൺകുട്ടിയോട് ഒണീല് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒണീലിന് വലിയ സ്കോപ്പുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നില്ല. ലാലേട്ടൻ അതിനെ വിമർശിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇനിയെങ്കിലും നല്ല രീതിയിലൊക്കെ വിസിബിൾ ആവാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിച്ചത് രേണുസുദ്ദീന്റെയും അക്ബറിന്റെയും തമ്മിലുള്ള ഇഷ്യൂ ആണ് കേട്ടോ. അങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനെ കുറിച്ചിട്ട് ചോദ്യം ചെയ്തായിരുന്നു. വിളിച്ചത് ശരിയായില്ല, വിഷമമുള്ളത് എനിക്കും വിഷമമുണ്ടെന്ന് വരെ ലാലേട്ടൻ രേണുവിനോട് പറയുന്നുണ്ട് കേട്ടോ. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അത്രമാത്രം ഒരു സ്ത്രീ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ പറയാവുന്നതിന്റെ ഏറ്റവും മോശം വേർഷൻ ആയിരുന്നു അവിടെ പറഞ്ഞത്. അത് ശരിയായില്ല. അപ്പം രേണുവിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. രേണു അപ്പം പറയുന്നുണ്ട്, സോറിയൊക്കെ പറഞ്ഞു, പക്ഷെ എന്നാലും ആ ചമ്മലും ഇത്രയും കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഒരു ഷോയില് എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ച് പറഞ്ഞതല്ലേ, അത് കേൾക്കുമ്പോൾ ഒരു ചമ്മലും എന്താ പറയാ, ചമ്മി നാറി എന്നാണ് പറയുന്നത്. ശരിയല്ലേ? നമ്മളെയൊക്കെ നേരിട്ട് നമുക്കാണെങ്കിലും അങ്ങനെ ഒരു പരാമർശം നമുക്ക് നേരെ വരുമ്പോഴേ അതിന്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അതിന്റെ ഒരു എന്താ പറയുക തീവ്രത എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ
അല്ലാതെ നമുക്കിപ്പോൾ പുറമേ നിന്ന് അതിനിപ്പോൾ എന്താ ബാക്കിയുള്ളവരും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയാം. പക്ഷെ ബാക്കിയുള്ളവരും വിളിച്ചിട്ടുണ്ട്. അതിലാന്ന് കുറെ അനീഷിനെ വിളിച്ചതിനെ കുറിച്ചിട്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചതിൽ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അതിലാ പറയുന്നത് അത് അർഹിക്കുന്നുണ്ട്. ചേച്ചിക്ക് അല്ലെങ്കിൽ രേണുസുതിക്ക് കിട്ടിയത് അർഹിക്കാത്തത് എന്തോ കിട്ടിയതുപോലെ ഫീൽ ചെയ്തിരുന്നു. അപ്പൊ ലാലേട്ടന് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അനീഷിനെ വിളിച്ചത് കറക്റ്റാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അവരുടെ എല്ലാവർക്കും നല്ല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അക്ബറിനൊന്നും അങ്ങനെ പറഞ്ഞാൽ പോലും പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു വാണിംഗ് കൊടുക്കേണ്ടതായിരുന്നു. അതാണല്ലോ ശരി. നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു പ്രതികരണമൊന്നും ഉണ്ടായില്ല. ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചു വിട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കറക്റ്റ് ചെയ്ത തെറ്റിന് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അക്ബറിന്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഒരാഴ്ച കൊണ്ട് രേണുസുധീന്റെ അടുത്ത് നിന്ന് അക്ബർ നല്ലൊരു വ്യക്തിയാണ് എന്ന് ഉള്ള ഒരു വാക്ക് കേൾപ്പിക്കാനായിട്ടുള്ള പണിയെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്താ ചെയ്യാന്ന് അറിയില്ല. അക്ബർ മാപ്പ് പറഞ്ഞായിരുന്നു, രേണുസുധിയോട് മാപ്പ് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഉള്ളിൽ തട്ടിയിട്ട് മാപ്പ് പറഞ്ഞതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞ മാപ്പ് തിരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആ മാപ്പ് തിരിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്താ പറയുക, ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് അക്ബറിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മാപ്പ് പറച്ചിലൊക്കെ വെറുതെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ആണെങ്കിൽ ആദില നൂറിന്റെ അടുത്തും ലാലേട്ടൻ നന്നായിട്ട് പറയുന്നുണ്ട്, ഇനി അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അനുവിന്റെയും നമ്മുടെ ആര്യന്റെയും വിഷയം സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ്. മെയിൻ ആയിട്ട് സംസാരിച്ചത് ഇതൊക്കെ തന്നെയാണ്. അപ്പാനി ശരത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങള്. അനു ഷാനവാസും തമ്മിലുണ്ടായ ആ ഡോക്ടറിന്റെ ആയിട്ടുള്ള കോൺവെർസേഷൻ, ഡോക്ടർമാരെ അനു തെറ്റായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ഉണ്ടാക്കിയൊരു ഇഷ്യൂവിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചായിരുന്നു. അതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ട് ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നത്. ഇനി ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഒരു എലിമിനേഷൻ ആണ് നടത്തുന്നത്. ഇതുവരെ ഉണ്ടാവാത്തൊരു കാര്യമാണ് ഫസ്റ്റ് തന്നെ ഒരു എലിമിനേഷൻ ചെയ്യാന്ന് പറയുന്നത്. എല്ലാവരെയും നോമിനേഷനിലുള്ളവരെല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി അതിനുശേഷം ലാലേട്ടൻ ആരാണ് പോവാൻ സാധ്യതയെന്ന്, നിങ്ങൾ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയാ, അയ്യോ ഇല്ല ഞാൻ പോവില്ല എനിക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെയാണല്ലോ പറയാ. എല്ലാവരും അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അവസാനം മുൻഷി രഞ്ജിത്തിനെ എവിക്റ്റ് ചെയ്തിരിക്കുകയാണ്. മുൻഷി രഞ്ജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻഷി രഞ്ജിത്ത് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ എവിക്ഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് പുള്ളിക്കാരൻ അവിടെ ഒന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചതൊന്നും ഔട്ട് വന്നിട്ടുമില്ല എന്ന് വേണമെങ്കിൽ അതിനകത്ത് പോയിട്ട് വെറുതെ ചുമ്മാ ഒരു ചെയറിട്ട് കുത്തിയിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്തതായിട്ട് ഇല്ല. ആകെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ഓണിയിൽ ചെയ്ത പോലെ തന്നെ ഹനാ ഫാത്തിമയായിട്ട് കുറച്ച് ക്രാഷ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രാഷ്, ആ കുട്ടീനെ വെറുതെ പക്വതയില്ലാത്തവള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹനാ ഫാത്തിമയായിട്ട് മാത്രം ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ വേറെ ആരെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ ജനത്തിലുള്ള ഷാനവാസായിട്ടോ അപ്പാനി ശരത്തായിട്ടോ അക്ബറായിട്ടോ ആര്യനായിട്ടോ ആരുമായിട്ടും ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. അവർ പറയുന്നതൊക്കെ കേൾക്കുന്നു, ഓണിയിൽ പറയുന്നത് കേൾക്കുന്നു, തിരിച്ച് എന്തെങ്കിലും കോമഡി അടിക്കുന്നുണ്ട്, ഇടയ്ക്ക് എന്തൊക്കെയോ ചെറിയ കോമഡി അടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് വോട്ട് ചെയ്യാനായിട്ട്, പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാനായിട്ട് തക്കവണ്ണം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണല്ലോ പുറത്തു പോയത്. ചിലപ്പം ഒരു ചാൻസ് കൂടി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും കുറച്ചാഴ്ചകളിലൊക്കെ ആയിട്ട് വൈൽഡ് കാർഡ് വരുമ്പോൾ മേ ബി രതീഷ് ഏട്ടനെയൊക്കെ കൊണ്ടുവന്നതുപോലെ ചിലപ്പം വീണ്ടും ഒരു ചാൻസ് കൊടുക്കാം. ഒരാഴ്ച കൊണ്ട് ഇപ്പൊ നമുക്കും പുള്ളിക്കാരന്റെ ഗെയിം ഫുള്ളായിട്ട് എടുക്കാനൊന്നും പുള്ളിക്കാരനും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പുള്ളി ഒരു കോൺഫിഡൻസോട് കൂടിയായിട്ടാണ് ഉള്ളിലേക്ക് വന്നത്. കാരണം മുൻഷി എന്നുള്ള പ്രോഗ്രാം ആൾക്കാരൊക്കെ നല്ല ഏറ്റെടുത്ത ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ മുൻഷി രഞ്ജിത്ത് എന്ന് പറയുന്നത് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും, അതുകൊണ്ട് വോട്ട് കിട്ടുമെന്നൊക്കെയാണ് ധരിച്ചിരുന്നത്. പക്ഷെ
തെറ്റായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അതിനകത്ത് പോയിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കണം. അല്ലാതെ ഞാനൊരു നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇരുന്ന് എന്നെ ആകെ ആദ്യത്തെ ദിവസം അങ്ങാണ്ട് എന്നെ രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി, പേര് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കണ്ടന്റ് അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പുള്ളിക്കാരന് വോട്ട് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല. അതാണ് അവിടെ സംഭവിച്ചത് ഫസ്റ്റ് വീക്കെൻഡ്. അതുകൊണ്ടാണ് എവിക്റ്റ് ആയെന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായമല്ല ഞാൻ പറയുന്നതെല്ലാം എന്റെ മാത്രം അഭിപ്രായമാണ്. പിന്നെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അതായത് ഒരാളെ കുറിച്ചിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ അത് കൂടിയൊക്കെ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള, ഞാൻ പൊതുവെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് അഭിപ്രായം, എന്തൊക്കെയാണ് നടക്കുന്നത്, ആരാണ് ഫേവറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു അഭിപ്രായം ഇങ്ങനെ ചോദിക്കുമല്ലോ. അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ് അതൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മളിപ്പം എല്ലാവരുടെയും ആധികാരികമായിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത്. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സോഴ്സ് അല്ലെങ്കിൽ വോട്ടിങ്, അൺഒഫീഷ്യൽ വോട്ടിങ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നോർമലി ആദ്യം മുതൽ ഒരു ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ഉറപ്പുണ്ടാകും ഈ ആഴ്ച പോകുന്നത് രഞ്ജിത്ത് തന്നെ ആയിരിക്കും എന്നുള്ളത്. കാരണം എല്ലാവർക്കും നല്ല ഒപ്പം നോമിനേഷനിൽ വന്ന എല്ലാവരും അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതിൽ നെവിന് മാത്രമാണ് ഒരു ചാൻസ് കുറവുണ്ടായിരുന്നത്. നെവിൻ ചിലപ്പോൾ വോട്ടായി പോകും. രഞ്ജിത്തിനേക്കാളും കുറച്ച് വോട്ട് കുറവായിരുന്നു അവസാന ദിവസങ്ങളിൽ എന്തോ അട്ടിമറി നടന്നിട്ടാണ് നെവിൻ എവിക്റ്റ് ആവാതെ ഇരുന്നത് എന്നാണ് കേട്ടോ തോന്നുന്നത്. നമുക്കിപ്പം പിന്നെ മെയിൻ ആയിട്ട് പറയുന്നത് ഇതിനെ കുറിച്ചിട്ട്, അതായത് റിവ്യൂവേഴ്സിനെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു ലാലേട്ടൻ. അതായത് ഷോയിൽ വരുന്നതിന് മുമ്പ്, ഷോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങൾ ഒരു അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഒരു ഔട്ട് വരുന്നത്. അതായത് ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 1000-ഓളം ആൾക്കാർ, 500 ആൾക്കാരിലും പുറത്ത് കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ജനങ്ങളുടെ ഒരു പ്രയത്നമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു വാല്യൂ എന്താണെന്ന് പറഞ്ഞാല് സസ്പെൻസ് ആണ്. സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് എവിക്റ്റ് ആവുക, അല്ലെങ്കിൽ ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്നത്, ഈ ആഴ്ച എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എന്താ ഉണ്ടാവുക എന്നൊക്കെ ഉള്ള ഒരു സസ്പെൻസ്, അത് കേൾക്കാനും കാണാനും ഉള്ള ഒരു ആകാംക്ഷയാണ് ഈ പ്രോഗ്രാമിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത്. പക്ഷേ കുറച്ച് റിവ്യൂവേഴ്സ് ഇത് ഏഷ്യാനെറ്റിൽ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ സസ്പെൻസ് എല്ലാം പൊളിച്ചു കളയും. അതായത് ആദ്യം തന്നെ അവരങ്ങ് ഉറപ്പിക്കും. പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, കൺഫേം പ്രഡിക്ഷൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. അതിനുശേഷം ഓരോ ആഴ്ചയിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് തന്നെ പുറത്തു വിടുന്നതിന് മുൻപ് ചെറിയ ഏതൊക്കെയോ സോഴ്സിലൂടെ അറ്റവും മൂലയൊക്കെ കിട്ടുന്നത് പർവ്വതീകരിച്ചിട്ട് ഇതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിൽ ആ പ്രോഗ്രാമിന്റെ സസ്പെൻസ് കളയുന്ന രീതിയിൽ റിവ്യൂവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ വിമർശിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അത് നോക്കണം എന്നാണ് കേട്ടോ അഭിപ്രായം. കാരണം ശരിയാണല്ലോ പറയുന്നത്, നമ്മളിപ്പോ ഒരു സസ്പെൻസോട് കൂടിയിട്ട് ഒരു പ്രോഗ്രാം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് 2 ദിവസം മുൻപ് തന്നെ നാട്ടുകാരെ മൊത്തം വിളിച്ചറിയിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. അത് ഒരു തരം പൈറസി, അതായത് വ്യാജ കോപ്പി ഇറങ്ങുന്ന പോലെ സിനിമകളുടെയൊക്കെ ഒറിജിനൽ പ്രിന്റ് വരുന്നതിന് മുൻപ് വ്യാജ കോപ്പി, അല്ലെങ്കിൽ വ്യാജ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ തന്നെ വ്യാജ കോപ്പി ഇറങ്ങത്തില്ല, അതുപോലെ ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ് കേട്ടോ. രേണു സുധി ഫസ്റ്റ് വീക്കിലെ എലിമിനേഷൻ വന്നതിനെ കുറിച്ചിട്ട് പോകുന്നതിന് മുൻപ് തന്നെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ഫസ്റ്റ് വീക്ക് തന്നെ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ രേണുസുധി യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റായിട്ടൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്കിപ്പോൾ ആകെ 14 വീക്കാണുള്ളത് ബിഗ് ബോസിന് എന്ന് പറയുന്നത്. 100 ദിവസത്തേക്ക് ഏകദേശം ഒരു 14 ആഴ്ചയാണ് ഉണ്ടാവുക. അപ്പം ആ 14 ആഴ്ചയിലത്തേക്ക് മുൻകൂട്ടി ഒരു വീഡിയോ, ഒന്നാമത്തെ ആഴ്ച ആദ്യം തന്നെ നോമിനേഷൻ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ആഴ്ച നോമിനേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്ന കണ്ടസ്റ്റൻസിനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് സ്വന്തം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അത്ര വലിയ പർവ്വതീകരിച്ച് കാണേണ്ട ഒരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം ഇതിനു മുൻപ് എന്റെ ഓർമ്മയിൽ ഹിന്ദി ബിഗ് ബോസിലും തമിഴിലൊക്കെ ഇതിനു മുന്നേ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ചിലവരൊക്കെ ചെയ്തതായിട്ട്
തോന്നുന്നുണ്ട് കേട്ടോ, അങ്ങനെ കണ്ടതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ രേണുസുതിയെ മാത്രമല്ല, ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നതായിട്ടല്ല. രേണുസുതി ചെയ്തത് തെറ്റൊന്നുമല്ല. കാരണം വോട്ട് ചോദിക്കുകയാണല്ലോ ചെയ്യുന്നത്. നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് വോട്ട് ആവശ്യമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ സ്വന്തം അക്കൗണ്ടിലൂടെ വോട്ട് ചോദിക്കുന്നത്. അതിപ്പം ഒരു ബിഗ് ബോസിനകത്ത് ഫസ്റ്റ് വീക്ക് മുതൽ 14 ആഴ്ചയാണ് ഉണ്ടാവുക. 14 ആഴ്ചത്തെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോമിനേഷനിൽ വരുന്ന ആഴ്ചയിലെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ്? അത് വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ ഇവിടെ പുറത്ത് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു കേട്ടോ അതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട്. അതായത് രേണുസുതി നിയമലംഘനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത് ഉണ്ടാവുമല്ലോ. കാരണം കുറെ ഹേറ്റേഴ്സ് ഉണ്ട്, രേണുസുദീനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് അതൊരു എന്താ പറയാ അന്നമാണ്. അപ്പൊ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേനും അത് വലിയ പർവ്വതീകരിച്ച് രേണുസുദീനെ പുറത്താക്കി, രേണുസുദീനെ എന്താ പറയാ ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞു വിട്ടു, തെറ്റ് ചെയ്തു, നിയമം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അത് വലിയ കാര്യമായിട്ട് ലാലേട്ടനും അങ്ങനെ ജസ്റ്റ് അത് ശരിയാണോ എന്ന ചോദ്യം മാത്രമാണ് ചോദിച്ചത്. ശരിയല്ല എന്ന് രേണുസുദി സമ്മതിക്കുകയും ചെയ്തു. അതവിടെ ക്ലോസ് ആക്കി കേട്ടോ. കാരണം ശരിയല്ലാന്ന് രേണുസുദി പറഞ്ഞു. കാരണം ഈ മലയാളികൾക്കും അല്ലെങ്കിൽ മലയാളം ബിഗ് ബോസിലും ഇത് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഹിന്ദി ബിഗ് ബോസിലൊക്കെ അല്ലെങ്കിൽ മുൻകൂട്ടി വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് വെക്കോട്ടെ. അതായത് ഇപ്പൊ നമ്മളിപ്പം ഓണം വരികയാണ്, ഓണം ഇവര് അതിനകത്താണ് ആഘോഷിക്കുന്നത്. അപ്പം ഓണത്തിന് വിഷസ് അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കാം. ഇവര് പോകുന്നുള്ളത് പെട്ടെന്ന് ഇന്ന് പോകുന്ന ഒരാൾക്കാരല്ലോ, ഇവർക്ക് കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും അവസാനം. പക്ഷെ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഏകദേശം കൺഫർമേഷൻ കിട്ടും എന്നൊക്കെ റെഡി ആയിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വീഡിയോസ് ഒക്കെ എടുത്തു വെക്കാമല്ലോ. അതായത് ഇപ്പം ഇങ്ങനെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഇങ്ങനെ വിഷസ് അറിയിച്ചുകൊണ്ടുള്ള വീഡിയോസ്, ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ എടുത്തു വെക്കാം. ഒരു കോമ്പറ്റീഷൻ അല്ലേ വിജയിക്കാനായിട്ട്. ഇപ്പം വോട്ടല്ലേ ചോദിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും അല്ലല്ലോ. അത് വളഞ്ഞ വഴിയിലൂടെ ഒരു സംഭവമല്ലല്ലോ. വോട്ട് ചെയ്താലാണ് വിജയിക്കാൻ പറ്റുന്നത്. ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിടുന്നത്. അത് അത്ര വലിയ സംഭവമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിലും പറഞ്ഞു, അത് സമ്മതിച്ചു. രേണുസുതി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡില് വേറെ എലിമിനേഷൻ ഒരാൾ കൂടി പോകും എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും പോയെന്നില്ല, എല്ലാവരും സേഫ് ആക്കുകയാണ് ചെയ്തത്. പിന്നെ അനീഷിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അനീഷ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചത് ഈ എന്താ പറയാ ബി കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ബാക്കി 19 പേരും വിചാരിക്കുന്നത് അനീഷിനെ ഭയങ്കരമായിട്ട് ലാലേട്ടൻ പൊരിക്കും. ഇവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പരാതിപ്പെട്ടി എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. പരാതി എഴുതുക. അതിലെ ഭൂരിഭാഗം പരാതികളും അനീഷിനെതിരായിട്ടുള്ളതായിരുന്നു. അപ്പൊ അനീഷിന് സെപ്പറേറ്റ് ഒരു പരാതിപ്പെട്ടിയൊക്കെ ആയിട്ടാണ് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അനീഷിനെതിരെ പറഞ്ഞ പരാതികളെല്ലാം വായിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരുവിധം എല്ലാവരും പറഞ്ഞേക്കുന്നതൊക്കെ തന്നെയാണ്. അയാള് ഒന്നും പ്രതികരിക്കില്ല, ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ സമയത്ത് ഉത്തരവാദിത്തങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയില്ല, മേലോട്ട് പോയി നോക്കി നടക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അനീഷിനെ കുറിച്ചിട്ട് പരാതിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ലാഘവത്തോടെയാണ് ലാലേട്ടൻ പറഞ്ഞത്. അതൊക്കെ അങ്ങനെയാണല്ലോ, ഈ ഒരു ഗെയിമിന്റെ ഫോർമാറ്റ് അങ്ങനെയാണല്ലോ. അതായത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് ചിരിച്ചു കളിച്ചിരിക്കേണ്ട ഒരു ഷോ അല്ല. അതായത് പല തരത്തിലുള്ള ആൾക്കാർ, പല സ്വഭാവത്തിലുള്ള ആൾക്കാർ, പല മാനറിസം ഉള്ള ആൾക്കാർ, പല ജെൻഡറിലുള്ള ആൾക്കാർ, എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഒത്തൊരുമിച്ച് എന്താ പറയാ ചിരിച്ചു കളിച്ച് സമാധാനത്തോടെ പോവുകയാണെങ്കിൽ ഈ ഷോ കാണാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഷോ അല്ല ഇത്. അപ്പം അത് മനസ്സിലാക്കണം, കണ്ടസ്റ്റൻസും മനസ്സിലാക്കണം, പുറത്തുള്ളവർ എല്ലാവരും മനസ്സിലാക്കണം. ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം, അടി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവണം, നല്ല ഗുണമുള്ള ആൾക്കാരുണ്ടാവണം, തെറി വിളിക്കുന്നവരുണ്ടാവണം. എങ്കിലാണ് ഈ ഷോ മുന്നോട്ട് പോകുള്ളൂ, TRP ഉയർത്തുള്ളൂ. നമുക്കറിയാലോ, അടി ഉണ്ടാവണം, വഴക്കുണ്ടാവണം, എല്ലാം വേണം. അപ്പൊ അതിന് ആപ്റ്റായിട്ടുള്ള കണ്ടസ്റ്റൻസും ഉണ്ടാവണം. അപ്പൊ അനീഷ് എന്ന് പറയുന്നത് പക്ക എനിക്ക് ഒരാഴ്ചത്തെ ഒരു അനീഷിന്റെ പ്ലേ കാണുമ്പോൾ അല്ലെങ്കിൽ അനീഷിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ പുള്ളിക്ക് അറിയാം എവിടെ കൊടുക്കുക എവിടെ കിട്ടും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് ഫലം ഉണ്ടാവുക എന്നുള്ളൊരു മുൻ കാൽക്കുലേഷൻ നല്ല രീതിയിൽ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയിട്ട് ഒരു കുറെ കാലമല്ല, അതായത് 7 സീസണായി മലയാളത്തിൽ, അതുപോലെ തമിഴിൽ 8 സീസൺ ആയിട്ടുണ്ട്. അപ്പം ഏകദേശം ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്തു നിന്നൊക്കെ തോന്നുന്ന ഒരു കാര്യം, പല പല ആൾക്കാർ, അതായത് മെയിനായിട്ട് ടോക്സിക് ആയിട്ടുള്ള കുറെ ആൾക്കാരൊക്കെയാണ് ജയിച്ചിട്ടുള്ളത് എല്ലായിടത്തും. അതുപോലെ തന്നെ അനീഷും കുറച്ച് ടോക്സിക് ആവാൻ ശ്രമിക്കുന്നത്. കാരണം
നല്ല പിള്ള ചമഞ്ഞിരുന്ന് മിണ്ടാതിരുന്ന് ചിരിച്ച് എല്ലാവരോടും സ്നേഹം കാണിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഷോയിൽ വിജയിക്കാൻ പറ്റില്ല. അപ്പം മറ്റുള്ളവരെ കൂടുതലായിട്ട് ചിലപ്പം എന്താ പറയാ തെറി വിളിക്കണോ, അല്ലെങ്കിൽ അനീഷ് അങ്ങനെ തെറി വിളിച്ചതായിട്ട് ഒന്നുമില്ല കേട്ടോ. വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഒരു കാര്യം തന്നെ 5, 6, 7 തവണയൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ കേൾക്കുന്ന ആർക്കായാലും പിരിവെട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത്. പിന്നെ ആദില നൂറ ആയിട്ടുള്ള സംഭാഷണം, അനീഷിന്റെ സംഭാഷണം ആദ്യം നടന്നത് അനീഷ് ഒരുമാതിരി അവരെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് അച്ഛനെയും അമ്മേനെയും മാതാപിതാക്കളെയും കൂടെ കൂട്ടിക്കൂടെ, അല്ലെങ്കിൽ ഒരുമിച്ചുകൂടെ, അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ രീതിയിലുള്ള ഒരു ചോദ്യോത്തര സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ലാലേട്ടൻ തിരിച്ച് അതേ രീതിയിൽ അനീഷിനോട് ചോദിക്കുന്നത്. അനീഷ് ഡിവോഴ്സ്ഡ് ആണ്. അപ്പം അനീഷിന്റെ ഡിവോഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പരസ്യമായിട്ടിരുന്ന് അവര് സംസാരിച്ചിട്ട് അനീഷിനോട് പറയാം, ഞങ്ങൾ റെഡിയാക്കി തരാം, നിങ്ങൾക്ക് നിങ്ങൾ ഭാര്യയായിട്ട് പിണങ്ങിയിരിക്കേണ്ട, ഒരുമിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് ഇറിറ്റേറ്റ് ആവൂലെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ സമ്മതിക്കുന്നുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ. ചെയ്യാത്ത കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പാനി ശരത്തിന്റെ അഭിനയം കൊള്ളൂല എന്നാണ്ട് ശൈത്യ പറയുന്നുണ്ട്. അനീഷേട്ടൻ ഇങ്ങനെ പറഞ്ഞു, അപ്പാനി ശരത്തിന്റെ അഭിനയം കൊള്ളൂല എന്നങ്ങാണ്ട് പറഞ്ഞു എന്ന് പറയുന്നത് ശൈത്യ പറയുമ്പോൾ അത് ഞാൻ അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ പറഞ്ഞ കാര്യങ്ങള് അങ്ങനെ ലാലേട്ടന്റെ മുന്നിലാണെങ്കിലും പുള്ളി സ്റ്റേൺ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഒരു എന്താ പറയാ ഇങ്ങനെ അതായക്കുഴഞ്ചൻ എന്നൊക്കെ പറയത്തില്ല, അതായത് ഉറപ്പോടുകൂടി തന്നെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല ലാലേട്ടാ, പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയുന്നുണ്ട് പുള്ളി. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗെയിമറായിട്ട് വരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് ഏകദേശം അവസാനിച്ച് കഴിഞ്ഞിട്ട് ആദിലയും നൂറയും തമ്മിൽ അനീഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതിലെനിക്ക് അനീഷിന്റെ ആ ഒരു ബിഹേവിയർ ഇഷ്ടപ്പെട്ടിട്ട്. കാരണം അവരോട് വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ട് അനീഷ് ഇതുവരെ കാണിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഈ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവം കാണിക്കാണ്ട് വളരെ ശാന്തമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഇരിക്കുന്നുണ്ട്. അനീഷ് ഫസ്റ്റ് തന്നെ വരുമ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയായിരുന്നു, അനീഷ് സ്ത്രീ വിരോധിയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അനീഷിന്റെ ഈ ഒരാഴ്ചത്തെ ഇതില് എന്താ പറയാ പ്രവർത്തികൾ അല്ലെങ്കിൽ സംസാരം അതിനകത്തൊന്നും ഒരു സ്ത്രീ വിരുദ്ധതയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അനീഷ് ഫസ്റ്റ് തന്നെ ഞാനൊരു സ്ത്രീ വിരോധിയാണ് എന്ന് പറഞ്ഞു വന്ന ഒരാള് ആളുടെ ഭാഗത്തുനിന്ന് ബാക്കിയുള്ളവര് ഇപ്പം അക്ബർ രേണുവിനോട് കാണിച്ചത് പലപ്പോഴും അവര് വഴക്കിടുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്ത് എടി പൊടി ആ തരത്തില് ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ അനീഷിന്റെ ഭാഗത്തുനിന്ന് നീ എന്ന് പറയുന്ന ഒരു സംഭവം, നീ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എടി പൊടി അങ്ങനെ ഒരു എന്താ പറയാ പക്ക അവഹേളിക്കുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ട് ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അയാൾ പറഞ്ഞു വന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് അയാൾ നീതി പുലർത്തിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ലൊരു കാര്യമല്ല, നീതി പുലർത്തുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല. എങ്കിൽ പോലും പുള്ളി അത് പറഞ്ഞിട്ടാണല്ലോ കയറിയത്. ഞാൻ ഭയങ്കര സ്ത്രീ വിരോധിയാണെന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് അതിനകത്ത് കാണിക്കുന്നില്ല. നല്ല കാര്യമാണ് കേട്ടോ കാണിക്കാതിരിക്കുന്നത്. സ്ത്രീകളോട് ബഹുമാനത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് കൂടുതലും. പിന്നെ അനുമോളോടൊക്കെ പറയുന്നുണ്ടെങ്കിലും വേറെ തരത്തിൽ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലൊന്നും സംസാരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് എന്നുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ പോലെ. കണ്ടന്റ് വന്നിട്ടുള്ളത് മുഴുവൻ അനീഷിന്റെ ഭാഗത്തുനിന്നും അനീഷിനെ ചുറ്റിപ്പറ്റിയിട്ടും അനീഷ് പറഞ്ഞതും അനീഷ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരുന്നു കൂടുതലായിട്ടും കേട്ടോ. മാക്സിമം വേണമെങ്കിൽ അങ്ങനെയായിരുന്നു. ബാക്കിയുള്ളവർക്കൊക്കെ ചെറുതായിട്ട് ഓരോരോ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അനീഷിനെ സംബന്ധിച്ചിട്ട് നല്ലൊരാഴ്ചയായിരുന്നു. അനീഷിന് ഇനി ആർജവത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു വീക്കെൻഡ് ആയിരുന്നു കേട്ടോ ഈ ആഴ്ച നടന്നത്. കാരണം അനീഷിന് വലിയൊരു പ്രഹരമൊന്നും ലാലേട്ടന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, ആർക്കും ഉണ്ടായിട്ടില്ല കേട്ടോ. അല്ല അക്ബറിനെ ആയിക്കോട്ടെ, ആര്യനെ ആയിക്കോട്ടെ, അപ്പാനി ശരത്തിനെ ആയിക്കോട്ടെ, ഷനവാസിനെ ആയിക്കോട്ടെ, ആരെയും ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ തകർക്കുന്ന തരത്തിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവർക്കും പ്രോത്സാഹനം കൊടുക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി നന്നായി കളിക്കുക, ഇതെല്ലാം മനസ്സിലാക്കി കളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ഉപദേശമാണ് ലാലേട്ടന്റെ ഭാഗത്തുണ്ടായത്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്, നല്ല രീതിയിൽ കൊടുക്കുകയാണ് വേണ്ടത്. നല്ല അങ്ങനെയാണ് ബാക്കിയുള്ള എനിക്ക് തോന്നുന്ന തമിഴ് ബിഗ് ബോസിലൊക്കെ കമൽഹാസൻ ആങ്കറിങ് ചെയ്യുന്ന സമയത്തും ഇപ്പം കഴിഞ്ഞ ഒരു സീസണില് വിജയ് സേതുപതി ആങ്കറിങ് ചെയ്ത സമയത്തും
വളരെ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല, എന്നാലും കുറച്ചുകൂടി സ്ട്രോങ് ആവാം എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ വീക്കെൻഡ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. വീക്കെൻഡ് എപ്പിസോഡ് വളരെ നല്ലൊരു സംഭവമായിരുന്നു. നല്ല ഇനി അടുത്ത ദിവസത്തെ പ്രോമോ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു റാങ്ക് ടാസ്ക് ആണെന്ന് തോന്നുന്നു, റാങ്കിങ് വലിയ അടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രോമോ കണ്ടിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ തന്നെ ഒരു ബിഗ് ബോസ് വീട്ടില് നല്ലൊരു അടി നടക്കുന്നുണ്ട്. ബിഗ് ബോസിനെ തന്നെ ഇറിറ്റേറ്റ് ആക്കുന്ന തരത്തിൽ അനീഷൻ ഷാനവാസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പ്രോമോ കണ്ടിട്ടോ, പ്രോമോ കണ്ട ഒരു ഇതിൽ പറയുന്നതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ്. അടുത്ത ആഴ്ച ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകട്ടെ, നമുക്ക് കാത്തിരിക്കാം. നല്ല നല്ല കണ്ടന്റ്, നല്ല കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കണ്ടന്റും, അതായത് കൂടുതൽ എപ്പോഴും ഇങ്ങനെ വഴക്കം ഇതും ഒന്നല്ലാതെ കുറച്ചുകൂടി ഫണ്ണി കോമഡി എല്ലാം കൂടി വരുന്ന ടാസ്കുകളും, എന്താ പറയുക, ഇപ്പം പണിപ്പുര ടാസ്കാണല്ലോ മെയിനായിട്ട് വരുന്നത്, വീക്ക്ലി ടാസ്ക് ഒക്കെ ആയിട്ടൊക്കെ വരുന്നത് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ടാസ്കുകളൊക്കെ ആയിട്ട് ബിഗ് ബോസ് ഇനി നല്ല കളർഫുൾ ആവട്ടെ എന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെ, പ്രാർത്ഥനയൊന്നും വേണ്ട അല്ലേ. അപ്പം ഇനി നല്ല രീതിയിൽ എല്ലാവർക്കും കളിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ.